എവിടെയായിരുന്നു? ഞാൻ ചിന്നുന്റെ കോളേജ് വരെ. ആ, കൊള്ളാം. ചിന്നുവിന്റെ കോളേജ് വരെ പോയത്രേ. നീയും അവിടെ ഒരു അഡ്മിഷൻ തരപ്പെടുത്താത്ത എന്താ? കണ്ണും കൈയും കാണിച്ച് അഡ്മിഷൻ തരപ്പെടുത്തിയെടുക്കാൻ നീ മിടുക്കിയാണല്ലോ. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്നെ തോൽപ്പിക്കാൻ നിൽക്കുക നീയല്ലേ? ആ, ഒരു കാര്യം ചെയ്. ഇനി നാളെ മുതല് നീയൊക്കെ രാവിലെ അങ്ങ് ചുറ്റാൻ ഇറങ്ങിക്കോ. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും അത്താഴവും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാം. എപ്പോഴാണെന്ന് വച്ചാ തമ്പുരാട്ടികൾ വന്ന മാമൂണ് തരാം. ഓ, വക്കീല് വന്നല്ലോ നിനക്ക് വക്കാലത്ത് പിടിക്കാൻ. ചിന്നുന്റെ ഗാർഡിയനായി ആരെങ്കിലും പോണെന്ന് പറഞ്ഞപ്പോ നീ അങ്ങ് ഗാർഡിയനായി. അവളുടെ തന്തയും തള്ളയും ചത്തിട്ടൊന്നും ഇല്ലല്ലോ. തന്ത ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ജയിൽവാസം അനുഭവിക്കുകയാണെന്നും കോളേജുകാരറിഞ്ഞാൽ നാണക്കേടാണല്ലോ. ആ, സീത എന്താ? അവളുടെ സ്റ്റാറ്റസിന് ചേരുന്നില്ലേ? അമ്മേ, എന്തൊക്കെയാ അമ്മേ പറയുന്നത്? ഞാൻ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥം. ഞാനിവിടെ അടുക്കളപ്പണിക്ക് ആളിനെ നിർത്തിയിരിക്കുന്നത് ഈ വീട്ടിലുള്ളവർക്ക് സമയത്തിനും നേരത്തിനും ഭക്ഷണം കഴിക്കാനാ, അല്ലാതെ കോളേജിൽ നിന്നിറങ്ങാനല്ല. അതിന് പറ്റാത്തവർക്ക് ഇന്നത്തോടെ പണി മതിയാക്കി പോകാം. നല്ല മര്യാദയ്ക്ക് പാചകം ചെയ്യാൻ അറിയുന്നവരെ ഞാൻ വെച്ചോളാം. അമ്മേ, ചിന്നുന്റെ കോളേജ് വരെ ചന്ദ്രാമെന്ന് പോയതിനാണോ അമ്മ കിടന്ന് വെറുതെ ബഹളം വെക്കുന്നത്? ആരാടാ ചിന്നു? അവളുടെ കാര്യത്തിന് പോകാനാണോ ഞാൻ ഇവളെയൊക്കെ? അമ്മേ, ഇത് കുറച്ച് കൂടുന്നുണ്ട്. മോനെ, സർ വേണ്ട. സോറി മാഡം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് മതി ഇനി അവളുടെ കോളേജിൽ പോക്കൊക്കെ. ഈ വീട്ടിൽ ഒരു പെണ്ണുകൂടി വന്ന് കയറാൻ പോവാ. അതിന്റെ ചിട്ടയും ഉത്തരവാദിത്വവുമൊക്കെ എല്ലാവരും കാണിക്കണം, പ്രത്യേകിച്ചും മഹി. പെട്ടെന്നൊരു കല്യാണത്തിന് ഞാൻ പ്രിപ്പയർ അല്ല. രമാദേവിയെ അനുസരിച്ച് നിന്നാ മതി. മക്കളും എന്റെ ഔദാര്യം പറ്റുന്ന വേലക്കാരികളുമൊക്കെ. പിന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ മോനങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്.